തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാകാതെ കോൺഗ്രസ്. നാളെ ചേരുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷം ആദ്യ പട്ടിക പുറത്തുവിടും. എംപിമാർ മത്സരിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. സ്ഥാനാർത്ഥി നിർണയം വൈകുന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ക്ഷുഭിതനായി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. നിങ്ങൾ തെറ്റായ വാർത്തകൾ കൊടുത്തോണ്ടിരിക്കുക. നിങ്ങളുടെ ക്രെഡിബിലിറ്റി കളയണ്ട. നിങ്ങൾ തെറ്റായ വാർത്തകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊന്നും അല്ല കാര്യം. നിങ്ങൾ വഷളായി നിങ്ങളുടെ വിശ്വാസം. പയ്യന്നൂരിൽ വി. കുഞ്ഞികൃഷ്ണനെയും തളിപ്പറമ്പിൽ ടി.കെ. ഗോവിന്ദനെയും പിന്തുണയ്ക്കാനാണ് കോൺഗ്രസിന്റെ ആലോചന. തളിപ്പറമ്പിൽ മാത്രമല്ല, കേരളത്തിൽ CPM അതിശക്തമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ CPM വിട്ടു വരുന്നവർക്ക് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് സംരക്ഷണം ഉണ്ടാവും. അത് ഞങ്ങൾ ഓരോ സാഹചര്യവും വിശദമായിട്ട് പരിശോധിച്ച് തീരുമാനിക്കും. ഹൈക്കമാൻഡ് CEC തീരുമാനിക്കും. അർജുൻ പീതാംബരൻ ഇപ്പോൾ തത്സമയം ചേരുന്നു ഡൽഹിയിൽ നിന്ന്. അർജുൻ, ഈ രാത്രി വൈകിയും ചർച്ചകൾ തുടരുകയാണ്. അർജുൻ, ഉന്മേഷ്, ഇപ്പോഴും AICC ആസ്ഥാനത്ത് ചർച്ചകൾ തുടരുന്നുണ്ട്. ഇത് AICCയുടെ കോർ കമ്മിറ്റി യോഗമാണ് ഇപ്പോൾ ചേരുന്നത്. ആ യോഗത്തിൽ അടൂർ പ്രകാശ് MP-യും പങ്കെടുക്കുന്നുണ്ട്. ഈ MP-മാർ മത്സരിക്കണമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു അന്തിമ തീരുമാനം നേതൃത്വത്തിന് എടുക്കാൻ സാധിച്ചിട്ടില്ല. നാളെ K. സുധാകരനും ഡൽഹിയിലേക്ക് വരുന്നുണ്ട്. നാളെ ഉച്ചയോടെയായിരിക്കും സുധാകരനും രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള കൂടിക്കാഴ്ച. അതിലൊരു പക്ഷേ ഒരു മഞ്ഞുരുക്കം ഉണ്ടാകുമോ, സുധാകരനും അടൂർ പ്രകാശിനും മാത്രമായി ഇളവ് നൽകുമോ എന്നുള്ള കാര്യത്തിലടക്കം ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് 48 മണിക്കൂറുകൾക്ക് ശേഷം നാളെ വൈകിട്ടോടെ ആയിരിക്കും കോൺഗ്രസിന്റെ ആദ്യത്തെ സ്ഥാനാർത്ഥി പട്ടിക വരിക. അതും 45 മുതൽ 50 സീറ്റുകളുടെ വരെ പ്രഖ്യാപനമായിരിക്കും ആദ്യഘട്ടത്തിൽ ഉണ്ടാകുക എന്നുള്ള വിവരം കൂടി നിലവിൽ വരുന്നുണ്ട്. ഇതിനോടകം തന്നെ ഈ CEC ക്ലിയർ ചെയ്തിട്ടുള്ള 31 സീറ്റുകൾ, അതിനപ്പുറത്തേക്ക് സിറ്റിംഗ് MLA-മാർ മത്സരിക്കുന്ന സീറ്റുകൾ, ഒപ്പം തന്നെ ഇതിനോടകം ഇന്നലെയും ഇന്നുമായി ചർച്ച ചെയ്തിട്ടുള്ള കുറച്ചധികം സീറ്റുകൾ, അങ്ങനെ ആകെ 45-നും 50-നും ഇടയിലുള്ള ഒരു സീറ്റുകളുടെ പ്രഖ്യാപനമായിരിക്കും ആദ്യഘട്ടത്തിൽ ഉണ്ടാകുക എന്നുള്ള വിവരം വരുന്നുണ്ട്. ഒപ്പം തന്നെ CPM അനുകൂലിക്കുന്ന കാര്യത്തിലും ഒരുപക്ഷെ നാളെ ഒരു പ്രഖ്യാപനം ഉണ്ടായേക്കാം. ഉന്മേഷ്, ശരി. അർജുൻ പീതാംബരനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.